കോഴിക്കോട് ഉൾപ്പെടെ മലബാർ മേഖലയിൽ ശക്തമായ പോളിംഗാണ് ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ചില പോളിംഗ് ബൂത്തുകളിൽ കള്ളവോട്ട് ആരോപണവും ഉയർന്നു. ചിലയിടങ്ങളിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തതൊഴിച്ചാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ വോട്ടെടുപ്പ് സമയത്ത് ഉണ്ടായില്ല എന്നതും ആശ്വാസകരമാണ്. സംസ്ഥാനത്തിലേതുപോലെ തന്നെ ശക്തമായ പോളിംഗ് ആണ് മലബാറിലെ ജില്ലകളിലും നടന്നത്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട ഒരു നിര പ്രത്യക്ഷപ്പെട്ടിരുന്നു. വൈകിട്ട് വരെ ആ നിര തുടരുന്ന സാഹചര്യം പല പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായി. ഉച്ചയ്ക്ക് മാത്രമാണ് ഈ നിരയ്ക്കൊരു കുറവുണ്ടായത്. കനത്ത ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് വോട്ടർമാർ ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ഇപ്പോഴും അന്തിമ കണക്കുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അത് നാളെയോടുകൂടി മാത്രമായിരിക്കും. തപാൽ വോട്ടടക്കമുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ശതമാനം തിട്ടപ്പെടുത്തിയതിനു ശേഷം നാളെയോടുകൂടി മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ കണക്ക് പുറത്തുവിടുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേതിനേക്കാൾ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആർക്ക് അനുകൂലമാകും ട്രെൻഡ് എന്നത് പ്രവചിക്കാനാവാത്ത സ്ഥിതിയാണ്. ഇരുമുന്നണികളും LDFും UDFും ഒരുപോലെ തങ്ങൾക്ക് ട്രെൻഡ് അനുകൂലമാകും എന്നാണ് പറയുന്നത്. അതേസമയം SIR പ്രക്രിയകൾക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ ജനം കൂട്ടത്തോടെ വോട്ടിങ്ങിനായി ഒഴുകിയെത്തുകയായിരുന്നു എന്നുള്ളതാണ് പൊതുവെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിലയിരുത്തുന്നത്. SIR പ്രക്രിയയുടെ തുടർച്ചയായിട്ടാണ് ഇത്രയും വലിയൊരു പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് മുന്നണികൾ യോഗം ചേർന്ന് ഓരോ ബൂത്തിലെയും കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് ആർക്കായിരിക്കും കൂടുതൽ മുൻതൂക്കം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുക. ഇത് ഏതെങ്കിലും ഒരു മുന്നണിക്കുള്ള അനുകൂലമായിട്ടുള്ള തരംഗമാണോ, ഭരണം തുടരാനുള്ള ഒരു അനുകൂല തരംഗമാണോ, അല്ല ഭരണമാറ്റത്തിനുള്ള അനുകൂല തരംഗമാണോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലാണ് പരിശോധിക്കപ്പെടേണ്ടത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളെ സംബന്ധിച്ച് പലയിടത്തിലും കള്ളവോട്ട് ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായി. ചിലയിടങ്ങളിൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ വോട്ട് ചെയ്തു പോയതായിട്ടുള്ള വിവരം അറിയുകയും പലയിടങ്ങളിലും പിന്നീട് ടെൻഡർ വോട്ട് ഉൾപ്പെടെ അനുവദിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ചിലയിടത്ത് സ്ഥാനാർത്ഥികളുമായി വാക്കുതർക്കമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന സ്ഥിതിയുമൊക്കെ ഉണ്ടായി. പക്ഷേ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ എവിടെയും ഈ പോളിംഗ് സമയത്ത് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചിലയിടങ്ങളിൽ ഈ മെഷീൻ തകരാറ് പോലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം മാത്രമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സാമുദായിക നേതാക്കൾ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ചിലയിടങ്ങളിൽ മാത്രമാണ് പ്രമുഖരായിട്ടുള്ള ആളുകൾ വൈകിട്ടോടുകൂടി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ മിക്കയിടങ്ങളിലും പ്രമുഖരും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സ്ഥിതിയുമുണ്ടായിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോളിംഗ് തന്നെയാണ് മലബാറിലൊന്നാകെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രേഖപ്പെടുത്തിയത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.